ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. ആശുപത്രിയിൽ കുറച്ചു സമയം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിനുശേഷമായിരിക്കും കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് കൊണ്ടുവരിക. ഇന്നലെ വൈകിട്ടായിരുന്നു മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം. എറണാകുളം ലിസി ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സൈഫുന്നിസ അലിയാർ ലിസി ആശുപത്രിയിലുണ്ട്. സൈഫുന്നിസ, ആശുപത്രിയിൽ കുറച്ചു സമയം ആളുകൾക്ക് കാണാനുള്ള അവസരം ഒരുക്കുന്നുണ്ടോ, അതോ നേരെ കളമശ്ശേരിയിലേക്ക് കൊണ്ടുവരികയാണോ? സുജയ, ആശുപത്രിയിൽ ഇവിടെ വരുന്നവർക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അരമണിക്കൂർ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാകും മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുക. അവിടെയാകും 3 മണിക്കൂറോളമുള്ള പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിവരെ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇപ്പോൾ ഈ ലിസി ആശുപത്രിയിലെ ചെറിയ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ഈ ഹാളിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന ഫ്രീസറിലേക്ക് മാറ്റിയത്. ഇവിടെ അല്പസമയം പൊതുദർശനത്തിന് വെച്ച ശേഷം രാവിലെ 8:30 മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിൽ കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 12 മണിവരെ ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുക. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് ആലുവ കരുമാലൂർ ശ്രീപദം എന്ന വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. ഈ ലിസി ആശുപത്രിയിൽ നിന്ന് ഉടൻ തന്നെ മൃതദേഹം കൊണ്ടുപോകും. ഏറ്റവും അടുത്ത അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകൾക്ക് കാണുവാൻ വേണ്ടിയാണ് ഇവിടെ ഒരു പൊതുദർശനം വെച്ചിരിക്കുന്നത്. ടൗൺ ഭാഗത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഒരു പൊതുദർശനം ഇവിടെ അല്പസമയം വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിലെ പ്രമുഖർ ആയ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇന്ന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ സുരേഷ് ഗോപിയും കുഞ്ചാക്കോ ബോബനും ഒപ്പം തന്നെ മറ്റ് സിനിമാ പ്രവർത്തകരെല്ലാം തന്നെ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിനും ഒപ്പം തന്നെ വീട്ടിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിലെല്ലാം തന്നെ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഇപ്പോൾ ആശുപത്രി ജീവനക്കാർ അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. അവരുടെയൊക്കെ ഓർമ്മകളിൽ ഒരുപാട് കാലം അമ്മ വേഷം ചെയ്തിരുന്ന കവിയൂർ പൊന്നമ്മയുടെ പൊന്നോർമ്മ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കവിയൂർ പൊന്നമ്മയെ ഒരു വേള കണ്ട് മടങ്ങാനാണ് ഇപ്പോൾ ആശുപത്രിയിലെ ജീവനക്കാരും ഒപ്പം തന്നെ ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും എല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ലിസി ആശുപത്രിയിൽ ജീവനക്കാരായും ഒപ്പം തന്നെ ഇവിടെ ചികിത്സയിൽ തുടരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരുമായെല്ലാം. ഇവർക്കെല്ലാം തന്നെ ഒരു അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ പൊതുദർശനം നടത്തുന്നതോടുകൂടി അതിലൂടെ സാധ്യമാകുന്നത്. 8:30 തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയും ചെയ്യും. സുജയ. സൈഫുന്നിസ അലിയാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാകേരളം. ഇപ്പോൾ ലിസി ആശുപത്രിയിൽ പൊതുദർശനം തുടങ്ങിയിരിക്കുന്നു. അരമണിക്കൂർ നേരമായിരിക്കും ലിസി ആശുപത്രിയിൽ പൊതുദർശനം നടത്തുക. അതിനുശേഷം കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുവരും. 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. സംസ്കാരം വൈകിട്ട് 4 മണിക്കാണ്. ആലുവ കരുമാലൂർ ശ്രീപദം വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.